എനിക്കിനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ മകനായി ജിമ്മി ജനിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ജിമ്മി വോളിബോൾ കളിച്ച് പ്രശസ്തനായതാണോ അതോ ഈ വോളിബോൾ എന്ന കളി തന്നെ കേരളത്തിൽ ജിമ്മിയിലൂടെ പ്രശസ്തിയാവുകയാണോ ചെയ്തതെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കളിക്കളങ്ങളിലെ ഏറ്റവും നല്ല കളിക്കാരൻ എന്ന സമ്മാനം വാങ്ങിയതിനുപരി ഏറ്റവും മാന്യനായ കളിക്കാരൻ എന്ന സമ്മാനം കൂടി വാങ്ങി ജിമ്മി ജോർജ് പലയിടത്തും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ വെൻ കംസ് സച്ച് അനദർ, ഇനി ഇങ്ങനെ ഒരാൾ എന്ന് വരാൻ പോകുന്നു എന്ന് ചോദിക്കാൻ തോന്നുന്നു. ഉണരുമ്പോൾ എനിക്ക് ചുറ്റും പച്ചപുതച്ച മലകളായിരുന്നു. അവിടം കടന്നെത്തുന്ന കാറ്റിന് കാട്ടുപൂവിന്റെ മണവും പുഴയ്ക്ക് ഗ്രാമീണ കന്യകയുടെ ശുദ്ധിയുമുണ്ടായിരുന്നു. രാത്രിയിൽ നിലാവിന്റെയും നക്ഷത്രങ്ങളുടെയും ഭംഗി ഞാൻ അറിഞ്ഞു. ഈ നാട്ടുപാതകൾ ഓരോന്നായി പിന്നിടുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ഗ്രാമത്തെ അറിയുകയായിരുന്നു. എന്നിലെ എന്നെ കണ്ടെത്തിയ എൻ്റെ പേരാവൂരിനെ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പൂർവികർ കണ്ണൂരിനടുത്തുള്ള ഈ മലയോര പ്രദേശത്ത് കുടിയേറി. അവരുടെ വിയർപ്പ് ഭൂമിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന വിളവിന്റെ ഖനികൾ കണ്ടെത്തി. പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും എതിരിട്ട് അവർ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ എത്തിച്ചേർന്നു. ബാല്യത്തിന്റെ കുസൃതികളുമായി അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക്. ഇവിടെ എനിക്കൊപ്പം ഏറെ കൂട്ടുകാരും. സെന്റ് ജോൺ സ്കൂളിലെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതോടുകൂടി ഞാൻ സെന്റ് ജോസഫ് ഹൈസ്കൂളിലേക്ക് മാറി. അക്കാലത്ത് നാട്ടിലെ പ്രധാന വിനോദം വോളിബോൾ ആയിരുന്നു. പ്രധാന കളിക്കളം ഈ ഹൈസ്കൂൾ മൈതാനവും. അന്ന് ഇവിടെ ഉയർന്ന ആരവങ്ങൾ ഇന്നലെ എന്നോണം ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നു. ആ ആരവങ്ങൾക്കിടയിലും ഞാൻ തിരിച്ചറിഞ്ഞ സ്മാഷുകളുടെ ശബ്ദം, അത് പപ്പേട്ടന്റെയും കണാരേട്ടന്റെയുമായിരുന്നു. അന്ന് അവരായിരുന്നല്ലോ പേരാവൂരിലെ നായകന്മാർ. ആരവങ്ങൾ അടങ്ങുമ്പോൾ സൂര്യന്റെ അവസാന രശ്മിയും ഭൂമിയെ വേർപിരിയും. കനം വെച്ച കണ്ണുകളുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അബോധ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണർന്നു തുടങ്ങും. അവയേറെയും വോളിബോളിനെ കുറിച്ചുള്ളവയായിരുന്നു. അങ്ങനെ സെന്റ് ജോസഫ് ദേവാലയ മുറ്റത്തും എൻ്റെ സ്കൂളിലെ കളിക്കളങ്ങളിലുമായി ഞാൻ ആദ്യമായി വോളിബോളിനെ സ്പർശിച്ചു. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എനിക്ക് സ്പോർട്സിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. പ്രൈമറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലുമൊക്കെ. കോളേജിലെത്തിയപ്പോഴേക്ക് ഞാനൊരു തരക്കേടില്ലാത്ത വോളിബോൾ കളിക്കാരനായി മാറിയിരുന്നു. മദ്രാസ് ലോ കോളേജിന് വേണ്ടിയും സർവകലാശാലയ്ക്ക് വേണ്ടിയുമൊക്കെ ഞാൻ കളിച്ചിരുന്നു. പിന്നീട് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവരെയൊക്കെ ഈ രംഗത്തേക്ക് കടത്തിവിടണം എന്നൊരു താല്പര്യമുണ്ടായി. അതിൻ്റെ പേരിൽ ഈ പേരാവൂർ പ്രദേശത്ത് നേരത്തെ തന്നെ വോളിബോൾ കോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് ആദ്യം ഒരു കോർട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്വന്തം സ്ഥലത്ത് തന്നെ തൊണ്ടി ടൗണിൽ ഒരു കോർട്ടുണ്ടാക്കി ഇവർക്കൊക്കെ വോളിബോൾ പരിശീലനം കൊടുക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. ജിമ്മി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ജിമ്മിയുടെ കൂടെ കളിക്കാനുള്ള അവസരം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ആ സമയത്ത് മറ്റുള്ള കളിക്കാരെ അപേക്ഷിച്ച് ജിമ്മിക്ക് വോളിബോളിൽ പ്രത്യേകമായ എന്തോ ഒരു കഴിവുണ്ടെന്ന്
എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിമ്മിയുടെ ജമ്പ് അപാരമായിരുന്നു. ആ ചെറുപ്പകാലത്ത് തന്നെ നന്നായി ജമ്പ് ചെയ്ത് സ്മാഷ് ചെയ്യാൻ ജന്മനാലുള്ള എന്തോ ഒരു കഴിവ് അദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് വളരെയധികം ആഹ്ലാദകരമായ ഒരു ജീവിതമായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് വീടിനടുത്തുള്ള പുഴയും കൊച്ചു തോടുകളും ഒക്കെ ചാടിക്കടന്ന് ഞങ്ങൾ ഓടുകയും അതുപോലെ എപ്പോഴും വോളിബോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഗതിയാണ്. പോകുന്ന വഴിക്ക് വാഴയിലയും അതുപോലെ കവുങ്ങിൻ്റെ ഇലയൊക്കെ ചാടി അടിച്ചുകൊണ്ട് ആ വോളിബോൾ ജമ്പിനെ പറ്റി ആക്ഷനെ പറ്റി എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു അത്. അതുപോലെ പലരുടെ ആക്ഷൻസ് ഞങ്ങൾ അന്ന് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. പപ്പൻ ഇന്ന പോലെയാണ് ചാടി അടിക്കുന്നത്, ഔസഫ് ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ ആന്റണി ഇന്ന പോലെയാണ്. അങ്ങനെ പല കളിക്കാരെയും അന്ന് ഞങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത ആക്ഷനിൽ ചാടി അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ പേരാവൂരിലെ തൊണ്ടി പ്രദേശത്തെ ഈ മലയോരത്ത് ജീവിച്ചത് കൊണ്ടാണ് ജിമ്മി ഇങ്ങനൊരു കളിക്കാരനായി വളർന്നതെന്നാണ്. ഇവിടെ നല്ല വെള്ളമുണ്ട്, നല്ല വായുവുണ്ട്. അതുപോലെ ഈ മലയിൽ ഈ കുന്നുകളൊക്കെ കയറി നടക്കുമ്പോൾ ശരീരത്തിൻ്റെ മസിലുകളൊക്കെ വളർന്ന് കളിക്കാരൻ്റെ ആരോഗ്യമെല്ലാം ഈ പ്രദേശത്തെ അന്തരീക്ഷം കൊടുക്കുകയുണ്ടായി. പേരാവൂരിനടുത്ത് തൊണ്ടിയിലുള്ള എൻ്റെ വീട് ശൈശവത്തിൻ്റെ നിഷ്കളങ്കതയും ബാല്യത്തിൻ്റെ കുസൃതികളുമായി ഞാൻ ഓടിച്ചാടി നടന്നത് ഇവിടെയാണ്. മുത്തശ്ശിയുടെ പഴങ്കഥകളും കേട്ട് ഇതിൻ്റെ ഉമ്മറത്ത് മലർന്നു കിടക്കുമ്പോൾ ഈ വീട് വിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ഓർത്തിരുന്നതേയില്ല. കാലത്തിൻ്റെ യാത്രയിൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തിരശ്ശീല വീണു. കോളേജ് വിദ്യാഭ്യാസത്തിനായി ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിലേക്ക് ചേക്കേറി. ഒപ്പം അതുവരെയും എനിക്ക് അന്യമായിരുന്ന ഗൃഹാതുരത്വവും. എങ്കിലും എൻ്റെ അമ്മാവനും ദേവഗിരി കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനുമായ ഇമ്മാനുവേൽ അങ്കിളിൻ്റെ സാമീപ്യം പുതിയ അന്തരീക്ഷവുമായി വളരെ വേഗം ഇണങ്ങിച്ചേരാൻ എന്നെ സഹായിച്ചു. ഹൈസ്കൂൾ ലെവലിൽ വെച്ച് തന്നെ ഒരു സ്പോർട്സ് താരമെന്നും വോളിബോൾ പ്ലെയർ എന്നുമുള്ള ഖ്യാതി നേടിയാണ് ജിമ്മി 1969-ലോ 70-ലോ ദേവഗിരി കോളേജിൽ വരുന്നത്. പക്ഷെ ദേവഗിരി കോളേജിലേക്ക് വന്നതോടുകൂടി ജിമ്മിയിലെ വോളിബോൾ കളിക്കാരൻ വളരെയധികം വളർന്നു. ഉണ്ടായ പ്രത്യേക കാരണങ്ങൾ സ്പോർട്സിന് വളരെയധികം മുൻഗണന നൽകിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ദേവഗിരി കോളേജ്. പ്രത്യേകിച്ചും കായികാധ്യാപകരായ പ്രൊഫസർ കെ ടി ശേഖരനും CC അഗസ്റ്റിനും അർപ്പണബോധമുള്ള അധ്യാപകരായിരുന്നു. അവരുടെ ശിക്ഷണത്തിന് കീഴിൽ ജിമ്മിക്ക് വളരുവാനുള്ള സാഹചര്യമുണ്ടായി. ഇതിനു മുമ്പ് തന്നെ അബ്ദുറഹ്മാൻ, NC മൈക്കിൾ മുതലായ പ്രശസ്തരായ വോളിബോൾ, നടുവണ്ണൂർ അച്ചു മുതലായ പ്രശസ്തരായ വോളിബോൾ താരങ്ങൾ ദേവഗിരി കോളേജിൻ്റെ സംഭാവനയായി കേരള രംഗത്തുണ്ടായിരുന്നു. ജിമ്മിയും ജിമ്മിയുടെ സഹോദരനായ ജോസും അവർക്ക് ഒത്തുകളിക്കാൻ MK മാനുവൽ, രാഘവൻ മുതലായ കളിക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇറ്റ് വാസ് എ ടേക്ക് ഓഫ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടീം അംഗമാകുന്നതോടൊപ്പം തന്നെ ആദ്യമായി കേരളത്തിൻ്റെ കുപ്പായം അണിയാനും എനിക്ക് സാധിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആ വർഷത്തെ ദക്ഷിണ മേഖല ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. എനിക്ക് വോളിബോളിനോടായിരുന്നു അഭിനിവേശമെങ്കിൽ ദേവഗിരി കോളേജിന് കായിക രംഗത്തോട് മൊത്തത്തിലായിരുന്നു അഭിനിവേശം. ഇക്കാരണം കൊണ്ടായിരിക്കാം ഒരു നീന്തൽ താരത്തിന്റെ വേഷവും എനിക്കവിടെ അണിയേണ്ടി വന്നു. പ്രീ ഡിഗ്രി പഠനം പൂർത്തിയായതോടെ ഞാൻ ദേവഗിരി കോളേജിനോട് വിട പറഞ്ഞു. ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോടും. പിന്നീട് എൻ്റെ പഠനക്കളരിയും കളിക്കളവും പാലാ സെന്റ് തോമസ് കോളേജായിരുന്നു. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ കുപ്പായമണിഞ്ഞ എൻ്റെ ഏറെ വിജയങ്ങൾക്ക് ഈ കോളേജ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ പടവുകളും കടന്നു കയറുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ വിജയപ്രതീക്ഷകളായിരുന്നു. ഈ പ്രതീക്ഷകൾ പലപ്പോഴും എന്നെ വിജയത്തിലെത്തിച്ചിട്ടുമുണ്ട്. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ ഗുരുനാഥനായ ഗോപിനാഥൻ സാറിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതും
കേരള യൂണിവേഴ്സിറ്റിയുടെയും പിന്നീട് കേരളത്തിൻ്റെയും നായക പദവിയിലേക്ക് എത്തിയതുമെല്ലാം ഈ കലാലയ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഇന്ത്യയ്ക്ക് വേണ്ടി 1974 ടെഹ്റാൻ ഏഷ്യാഡിൽ പങ്കെടുത്തത്. ഇക്കാലത്ത് ഞങ്ങൾ ചേട്ടനും അനിയനും അതിഥി താരങ്ങളായി പ്രീമിയർ ടയേഴ്സിന് വേണ്ടി കളിക്കുകയും ഏതാണ്ട് 14ഓളം മത്സരങ്ങളിൽ പ്രീമിയർ ടയേഴ്സിനെ വിജയതിലകമണിയിക്കുകയും ചെയ്തു. ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ആദ്യമായി ഞാൻ നായക പദവി അലങ്കരിക്കുന്നത് ധാർവാറിൽ നടന്ന മത്സരത്തിൽ വെച്ചായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന വിജയമായിരുന്നു ആ മത്സരത്തിലേത്. കട്ടക്കിൽ നടന്ന ഇന്റർ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങൾ വിജയിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അത് ഒരു ഹാട്രിക് ഇയർ ആയിരുന്നു. ഇവിടെ സൗത്ത് സോണിൽ കളിക്കുമ്പോൾ നമ്മുടെ കളിക്കാർ എല്ലാവർക്കും ശാരീരികമായ അസ്വാസ്ഥ്യമൊന്നും ഇല്ലായിരുന്ന സ്ഥിതിക്ക് നന്നായിട്ട് കളിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ് സെറ്റ്സിന് മദ്രാസിനെ വരെ തോൽപ്പിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ 2-3 കളിക്കാർക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്നിട്ട് പെർഫോമൻസ് അത്രയേറെ നന്നാകാൻ സാധിച്ചില്ല. ആദ്യത്തെ 2 സെറ്റുകൾ ഞങ്ങൾ മദ്രാസിനോട് തോൽക്കുകയാണ് ഉണ്ടായത്. ആ സമയത്തിൽ എൻ്റെ മാനസികാവസ്ഥയും മറ്റും മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ജിമ്മി പറഞ്ഞു, സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്നായിട്ട്. ഇത് അക്കാലത്ത് ഇത് പറയുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു അത്ഭുതകരമായിട്ടാണ് ഇന്നും എനിക്ക് സ്മരിക്കാൻ ഒക്കുന്നത്. ആ 2 സെറ്റ് തോറ്റു കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ സെറ്റിന് ഒരു പ്രത്യേക ഉണർവോടുകൂടി ഉയർന്നെഴുന്നേൽപ്പിച്ച് നമ്മൾ ടീമിനെ രക്ഷിക്കുക എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രസ്റ്റീജ് നിലനിർത്താൻ വേണ്ടിയിട്ട് ജിമ്മി യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ജിമ്മിയായിട്ട് തന്നെ ഉയർന്നു വന്ന് ഈ 6 പൊസിഷനിലും താൻ തന്നെ സ്മാഷ് ചെയ്ത് മറ്റുള്ളവരെ തോൽപ്പിച്ചു, നമ്മളെ വിജയത്തിൽ എത്തിച്ചു എന്നുള്ളത് ഒരു അത്ഭുതകരമാണെന്ന് ഞാൻ പറഞ്ഞത്. അന്ന് ഈ ബാക്ക്വേർഡ് അറ്റാക്കൊക്കെ ഒരു ആരും കണ്ടുകെട്ടിട്ട് പോലും ഇല്ലാത്തൊരു അവസ്ഥ, ഒരു ടെക്നിക്കായിരുന്നു. പക്ഷേ ജിമ്മിയിലൂടെ അന്ന് ഇത് പുറത്തു വന്നപ്പോൾ ഇതൊരു അത്ഭുതം എന്ന് മാത്രമാണ് അന്ന് ഈ സമ്മാനദാനത്തിന് വന്ന സ്റ്റേറ്റ് ഗവർണർ തന്നെ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് ഇതൊരു യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പാണോ അതോ നാഷണൽ ചാമ്പ്യൻഷിപ്പാണോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെ വന്നത്. പാലായിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ദേശീയ ടീമിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റാൻ സഹായിച്ചത് ഒരുപക്ഷെ ഈ ചാമ്പ്യൻഷിപ്പായിരിക്കാം. 1974 പാലക്കാട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നപ്പോൾ മക്കൾ 4 പേരും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ എത്തിയിരുന്നു. ഞാനും ഭാര്യയും കളി കാണാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തെ കളിയിൽ കോട്ടയം കണ്ണൂർ ജില്ലകളാണ് ഏറ്റുമുട്ടിയത്. കോട്ടയത്തിന് വേണ്ടി ജോസും ജിമ്മിയും, അതുപോലെ കണ്ണൂരിന് വേണ്ടി സെബാസ്റ്റ്യനും മാത്യുവും ഏറ്റുമുട്ടി. പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് എഴുതിയിരുന്നു സഹോദരന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നുവെന്ന്. സ്വാഭാവികമായും ജിമ്മിയും ജോസും ഉൾപ്പെട്ട കോട്ടയം ജില്ല ജയിച്ചു, കണ്ണൂർ തോറ്റു. എന്നാൽ പോലും ഏത് ടീം ജയിച്ചാലും ഞങ്ങൾ ജയിച്ചു എന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിലെത്തിയപ്പോൾ തികച്ചും അപരിചിതമായ ഒരു അന്തരീക്ഷം, വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഏഷ്യൻ ഗെയിംസ്. അവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീം മത്സരിക്കുമ്പോൾ വളരെ സീനിയറായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരോടൊപ്പം ഇന്ത്യൻ ടീമിലെ ആദ്യം ഫീൽഡ് ചെയ്യപ്പെടുന്ന 6 പേരിൽ ഒരാളായി കേരളത്തിൻ്റെ ജിമ്മി ജോർജ് ഉണ്ടായിരുന്നു. ആ ഏഷ്യൻ ഗെയിംസിൽ വളരെയൊന്നും നല്ല പ്രകടനം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജിമ്മിയുടെ പ്രകടനം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യ ഒട്ടാകെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കളിക്കാരനായി വളരാനുള്ള ഒരു സൂചന
ഈ മത്സരങ്ങളിൽ നിന്ന് തന്നെ ജിമ്മി ലോകത്തിന് നൽകി കഴിഞ്ഞിരുന്നു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ആ സമയത്താണ് വൈദ്യശാസ്ത്ര പഠനത്തിനായി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്നത്. മകനെ ഒരു ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ച എൻ്റെ അമ്മച്ചിക്ക് ഏറെ സന്തോഷം സമ്മാനിച്ച ദിനങ്ങളായിരുന്നു അത്. എന്നാൽ വോളിബോൾ ലോകത്തെ നിറമാർന്ന സ്വപ്നങ്ങൾ മനസ്സിലിട്ട് താലോലിച്ച എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. സ്പൈക്കിങ്ങിന്റെയും ആരവങ്ങളുടെയും ലോകത്തെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ജിമ്മിയുടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കണ്ടിട്ട് ജിമ്മി കൂടി പോലീസിലെടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് ജിമ്മി 75-ൽ. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലീസിലെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ ജിമ്മിക്ക് വോളിബോളിൻ്റെ താല്പര്യം കൊണ്ട് ഈ കോച്ചിങ് ക്യാമ്പിലും കളി പോകുന്നത് കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഓർത്തിയില്ല. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ മെഡിക്കൽ കോളേജിൽ പഠിച്ച് MBBS പാസ്സായതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ആ വിവരമൊക്കെ ഞാൻ ജിമ്മിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് 1975 ട്രിച്ചിനാപ്പള്ളി നാഷണൽ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി. ആ പോലീസിൽ ഗസറ്റ് ഓഫീസറായിട്ട് എടുക്കാമെന്നും എടുത്താൽ തീർച്ചയായും DIയുടെ റാങ്ക് വരെ എത്തുമെന്നും IPS ഒക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്നത്തെ നിലയ്ക്ക് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ IG ആയതിനെ IPS കിട്ടിയ ഒക്കെ ആയതിന് ഇന്നത്തെ പരിസ്ഥിതി വേറെ ആയി. അങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്തി സമ്മതിച്ചപ്പോൾ ഞാനിവിടെ വന്നെന്ന IG VN രാജനായിരുന്നു. ഹോം മിനിസ്റ്റർ ആയിരുന്നത് മന്ത്രി മിസ്റ്റർ കരുണാകരനായിരുന്നു. അപ്പോൾ IGയോട് പറഞ്ഞപ്പോൾ കാരണം ഞാൻ തന്നെ പോയി മിനിസ്റ്ററെ കണ്ട് പറയാൻ പറഞ്ഞു. ഞാൻ മിസ്റ്റർ കരുണാകരനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ആൾ ഇന്ത്യ പോലീസ് ഗെയിംസിന് ജിമ്മികളുണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജിമ്മിയെ കൂടി ഗസറ്റ് റാങ്കിൽ എടുക്കണം. ടെഹ്റാൻ ഗെയിംസിനൊക്കെ ഏഷ്യൻ ഗെയിംസിനൊക്കെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വോളിബോൾ കളിക്കാരനാണ്. ഇതുപോലെ ആളിനെ നമുക്ക് ഇവിടെ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ റെക്കമെൻഡേഷൻ അയച്ചു. അങ്ങനെയാണ് എടുത്തത്. PSCയുടെ പ്രിവ്യൂ വിട്ടിട്ടെടുത്തത്. പിന്നീട് PSC അത് അംഗീകരിച്ചു. ജിമ്മിയെ പറ്റി ഓർക്കുമ്പോൾ ജിമ്മിയുടെ ഒരു തീരുമാനത്തിൽ നിർണായകമായ ഒരു പങ്ക് എനിക്ക് വഹിക്കേണ്ടി വന്നു. ഈ മെഡിക്കൽ വിദ്യാഭ്യാസം തുടരണമോ ഈ പോലീസിൽ ഓഫർ ചെയ്ത ജോലി സ്വീകരിച്ച് പരിപൂർണമായും വോളിബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ള പ്രശ്നം വന്നു. ഈ മെഡിക്കൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തനി പ്രാന്താണെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ആശയം പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. സ്വാഭാവികമായും ജിമ്മെ എന്നെ സമീപിച്ചു. നിനക്ക് തൃപ്തികരം അല്ലെങ്കിൽ നിനക്ക് താല്പര്യം വോളിബോൾ ആണെങ്കിൽ തീർച്ചയായും വേണ്ടി വന്നാൽ മെഡിക്കൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുക, ചേരുക, കളിക്കാൻ നിനക്ക് ഏത് അവസരം കൂടുതൽ നല്ല അവസരം അവിടെ കിട്ടുന്നോ അത് നീ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ. അതിലെനിക്ക് യാതൊരു ഖേദമില്ല താനും. പോലീസിലെ പരിശീലന കാലത്താണ് GV രാജ അവാർഡും അർജുന അവാർഡും എന്നെ തേടിയെത്തുന്നത്. ഇക്കാലത്ത് 3 മത്സരങ്ങളുള്ള ഒരു ടെസ്റ്റ് പരമ്പരയിൽ പാരീസിനെ തോൽപ്പിച്ച് ഞങ്ങൾ പരമ്പര നേടി. ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലെ ഞങ്ങളുടെ കോച്ചിങ് ക്യാമ്പ്. ആയിരത്തി 1978 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലെ ജിമ്മി ജോർജിന്റെ മിന്നുന്ന പ്രകടനം കണ്ട് അബുദാബി സ്പോർട്സ് ക്ലബിന് വേണ്ടി കളിക്കാൻ ആണ് ജിമ്മി ജോർജ് ക്ഷണിക്കപ്പെട്ടത്. അവിടെ എത്തിയ ശേഷം ഒരു കാലഘട്ടത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിരുന്ന ഗൾഫ് നാടുകളിലെ ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ മലയാളികളെയും പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ കാണികളെയും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ഏതാണ്ട് 79 മുതൽ 82 വരെയുള്ള കാലഘട്ടം. എടുത്തു പറയുകയാണെങ്കിൽ ഇറാൻകാരുടെയും ജപ്പാൻകാരുടെയും ചൈനക്കാരുടെയും കൊറിയക്കാരുടെയും ഒക്കെ ആയ കളിക്കാരെ അവരുടെ പ്രകടനങ്ങളെപ്പറ്റി മാത്രം എഴുതിയിരുന്ന ഗൾഫിലെ പത്രമാധ്യമങ്ങളിൽ അവരുടെ സ്പോർട്സ് പേജുകളിൽ ഇന്ത്യക്കാരുടെ സ്ഥാനം വളരെ വലുതായി ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണം ശ്രീ ജിമ്മി ജോർജ് ആയിരുന്നു. അറബി നാട്ടിലെ നൂതന വോളിബോൾ വിദ്യകൾ സ്വായത്തമാക്കണം എന്ന ലക്ഷ്യത്തോടെ
ഞാനും കാപ്പനും അബുദാബി സ്പോർട്സ് ക്ലബിൽ കളിച്ചു തുടങ്ങി. പുതിയ അന്തരീക്ഷം, പുത്തൻ സാഹചര്യങ്ങൾ, വൈവിധ്യം നിറഞ്ഞ കളിക്കളങ്ങൾ, ഉയർന്ന നിലവാരമുള്ള കായിക പരിശീലനം, എല്ലാം കൊണ്ടും ഇന്ത്യൻ കായിക വേദിയേക്കാൾ തികച്ചും വ്യത്യസ്തം. ഈ പുത്തൻ സാഹചര്യങ്ങളുമായി ഞാൻ വളരെ വേഗം തന്നെ പൊരുത്തപ്പെട്ടു. ഗൾഫ് നാടുകളിലെ കോർട്ടുകളിലെ ജിമ്മി ജോർജിന്റെ പ്രകടനത്തെ പറ്റിയുള്ള വാർത്തകൾ കേട്ട് പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനുകളിലൂടെയും കളി കണ്ടിട്ട് എത്തിയ ഇറ്റാലിയൻ ക്ലബിന്റെ ആളുകൾ ജിമ്മി ജോർജിനെ ഇറ്റലിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ലോക നിലവാരത്തിൽ 1-ാം നമ്പർ സ്ഥാനത്ത് എത്തി നിന്നിരുന്ന ജിമ്മി ജോർജ് ആ അവസരത്തിൽ 82 ഏതാണ്ട് മധ്യത്തോടുകൂടി ഇറ്റലിയിലേക്ക് ഇറ്റാലിയൻ ക്ലബിന് കളിക്കുവാൻ പോവുകയാണ് ഉണ്ടായത്. 1982 അബുദാബി സ്പോർട്സ് ക്ലബിനോട് വിട പറഞ്ഞ് ഞാൻ ഇറ്റാലിയൻ ക്ലബിൽ ചേർന്നു. 8 മാസത്തെ കളിയും ബാക്കി 4 മാസം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യവും. ഈ ഓഫർ എന്നെ ഏറെ സന്തോഷവാനാക്കി. കാരണം ലോകസഞ്ചാരം എനിക്കൊരു ഹരമായിരുന്നു. ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇറ്റലി വോളിബോളിലും ഒരു ശക്തിദുർഗമായി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു എന്റെ രംഗപ്രവേശം. ഇന്ത്യൻ കളിക്കളങ്ങളെക്കാൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇറ്റാലിയൻ കളിക്കളങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ആദ്യമൊക്കെ ഞാൻ നന്നേ ക്ലേശിച്ചു. കാരണം ഔട്ട്ഡോറിൽ കളിച്ചു വളർന്ന ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഇൻഡോർ കോർട്ടിൽ പരിശീലനം നടത്തുന്നത് തന്നെ. കായിക രംഗത്തോടുള്ള ഇറ്റാലിയൻ അധികൃതരുടെ സമീപനം അതെന്നെ വല്ലാതെ ആകർഷിച്ചു. 1983-ലോ 84-ലോ കേരള പോലീസ് ടീം ഉടച്ചു വാർക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലീസ് ടീമിൻ്റെ തന്നെ അംഗമായിരുന്നതും ഇവിടെ നിന്ന് ഇറ്റലിയിൽ പോയി കളിച്ചുകൊണ്ടിരുന്നതുമായ ജിമ്മി ജോർജിനെ തിരിച്ചു വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു. പുതുതായി ഒരു ടീം ഉണ്ടാക്കുന്നു, അതിന് തീർച്ചയായും ജിമ്മിയുടെ സഹകരണം ആവശ്യമാണ്, അതുകൊണ്ട് അവിടുത്തെ കോൺട്രാക്റ്റ് റദ്ദ് ചെയ്താണെങ്കിലും മടങ്ങി വരണം എന്ന് ഞാൻ എഴുതി. എൻ്റെ തന്നെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കത്ത് കിട്ടി ഏതാണ്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് പോലീസിൽ രണ്ടാമത് ജോയിൻ ചെയ്യുകയായിരുന്നു. എന്റെ ജന്മനാട്ടിൽ ഞാൻ തിരികെ എത്തി. അതിന്റെ തുടർച്ചയെന്നോണമാണ് കാലാകാലങ്ങളായി ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടന്നിരുന്ന സ്വപ്നവും പേറി 1986-ലെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ സിയോളിലേക്ക് യാത്രയായത്. ഒപ്പം ക്യാപ്റ്റൻസിയുടെ ഭാരവും. ഏഷ്യൻ ഗെയിംസിൻ്റെ കോച്ചിങ് ക്യാമ്പ് ബാംഗ്ലൂരിൽ തുടങ്ങി. വളരെ ലേറ്റായിട്ടാണ് ജിമ്മി ജോർജ് ക്യാമ്പിന് വന്ന്. 1 മാസത്തോളം മാത്രമേ പുള്ളിക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കോമ്പിനേഷൻസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു. അപ്പം ശ്രീ അച്യുതക്കുറുപ്പായിരുന്നു കോച്ച്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ജിമ്മി ജോർജ് ഉള്ളത് ഒരു പ്ലസ് പോയിൻ്റാണ്, എപ്പോഴും ഏത് പൊസിഷനിലും ഇറക്കി വിടാം, നല്ല എക്സ്പീരിയൻസ് പ്ലെയറാണ്, മാച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണലിൽ പല ടീമുകളുമായിട്ട് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയാണ് സിയോളിൽ പോകുന്നത്. ആദ്യം ഞങ്ങൾ ജൂനിയേഴ്സാണ് കളിച്ചുകൊണ്ടിരുന്നത്. ജപ്പാനുമായിട്ടുള്ള കളിക്ക് മാത്രം ടഫ്, ഞങ്ങളെല്ലാം ഫെയിലിയർ ആയപ്പോഴാണ് ജിമ്മി ജോർജ് ഇറങ്ങുന്നത്. പുള്ളി വന്നു, 2-3 ജമ്പാൻ സർവീസ് ഒക്കെ ചെയ്തു, ബാക്ക് ലൈൻ അറ്റാക്ക് 2-3 ചെയ്തു. അതോടെ ജപ്പാൻ ടീമിൻ്റെ ആ ഒരു കോമ്പിനേഷൻസ് എല്ലാം പൊഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ജപ്പാൻ ടീമിനെ വിജയിച്ച് നമുക്ക് വെങ്കലം കിട്ടുന്നത്. കേരളത്തിൽ അന്ന് കിട്ടാവുന്ന പ്രധാനപ്പെട്ട കളിക്കാരെയെല്ലാം വിളിച്ചു വരുത്തി മക്കളെ എല്ലാവരെയും 8 പേരെയും ഒന്നിച്ച് ആ ടീമിൽ അണിനിരത്തി ഞങ്ങൾ കളിച്ചു. വാസ്തവത്തിൽ വലിയ അഭിമാനം തോന്നിയ ഒരു അവസരമായിരുന്നു ഇത്. ലോക റെക്കോർഡാണെന്നൊക്കെ അവർ പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിഞ്ഞുകൂടാ. ലോക വോളിബോളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത് വളരെ അധികം അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു. ഞാനും ഭാര്യയൊക്കെ, ഞാൻ ടീമിലെ കോച്ചായിട്ടും ഭാര്യ മാനേജറായിട്ടുമൊക്കെ ടീമിനൊപ്പം പരിചയപ്പെടാൻ പോയി നിൽക്കുകയുണ്ടായി. പേരാവൂരിലെ വിജയത്തിന് ശേഷം ഞാൻ തിരിച്ച് ഇറ്റലിയിലേക്ക് മടങ്ങി.
വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അകാരണമായ എന്തോ ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരുന്നു. കരാറൊക്കെ അവസാനിപ്പിച്ച് എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊരു മോഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ ജന്മനാടിനെ പോലെ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഇറ്റലി, ഇവിടെ ഞാൻ അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു ജനതയായിരുന്നു ഇറ്റലിയിൽ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത്. ഇവിടുത്തെ എൻ്റെ ഓരോ വിജയങ്ങളിലും എന്നേക്കാൾ കൂടുതൽ സന്തോഷം ഇവർക്കായിരുന്നു. ഒരുപക്ഷെ ഇവരുടെ ഈ സന്തോഷമായിരിക്കാം ഇറ്റലിയിലെ എൻ്റെ എല്ലാ വിജയങ്ങൾക്കും പിൻബലമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം പരിശീലനം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വിവരം കിട്ടുന്നത്. ഒരു ദിവസം രാത്രിയിൽ തിരുവനന്തപുരത്ത് നിന്ന് DGP ജോസഫ് സാർ എന്നെ വിളിച്ച് ജിമ്മിക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് വരണം എന്ന് പറഞ്ഞു. ജിമ്മി മരിച്ചെന്നുള്ള ധാരണ അന്നേരം അവസരത്തിൽ എനിക്കില്ലായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് ജീപ്പ് എടുത്ത് തലശ്ശേരി പോയി ട്രെയിനിൽ കയറി കോഴിക്കോട് എത്തുമ്പോഴാണ് അന്നത്തെ പത്രം വെളുക്കുമ്പം തന്നെ പത്രം കിട്ടിയിരുന്നു. പത്രത്തിലാണ് വാർത്ത ആദ്യമായി കണ്ടത്. മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് നഷ്ടം സഹിച്ചാലും ഡെഡ് ബോഡി ഇവിടെ എത്തിക്കണമെന്ന് ഞങ്ങൾ ഇറ്റാലിയൻ അധികൃതരുമായി ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു. അന്നത്തെ DGP ജോസഫ് സാറും അതുപോലെ അന്ന് DIG ആയിരുന്ന മിസ്റ്റർ തരകനും, അദ്ദേഹം നേരത്തെ ഇറ്റാലിയൻ എംബസിയിൽ ജോലി ചെയ്തിട്ടുണ്ട് മിസ്റ്റർ തരകൻ, അദ്ദേഹമൊക്കെ ഇടപെട്ട് ആണ് ഇവരുമായി ഡെഡ് ബോഡി ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തത്. ആരെങ്കിലും ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ ഇറ്റലിയിലേക്ക് റോമിലേക്ക് വരുന്നുണ്ടോ എന്ന് അവരിങ്ങോട്ട് അന്വേഷിച്ചിരുന്നു. പെട്ടെന്ന് പോകാൻ ആർക്കും സൗകര്യപ്പെട്ടില്ല. ബോഡി ബോംബെയിൽ വന്നപ്പോൾ മാണി സി കാപ്പനാണ് ബോംബെയിൽ പോയി DGPക്ക് വേണ്ടി ഡെഡ് ബോഡി ഏറ്റുവാങ്ങിയത്. ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് വന്നു. അവിടെ നിന്നും 2 മണിക്കൂർ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായി തിരുവനന്തപുരത്ത് നിന്ന് പേരാവൂരിലേക്ക് കൊണ്ടുവരികയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ആ ദിവസം ഈ വീട്ടിൽ വരികയുണ്ടായി. അതുപോലെ ആളുകളെ നിയന്ത്രിക്കുന്നതിന് പോലീസിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കളിക്കളത്തിലും കളിക്കളത്തിന് പുറത്തും ജിമ്മി കൈവരിച്ച നേട്ടങ്ങൾ സമൂഹവുമായി പങ്കുവയ്ക്കണം എന്നുള്ളത് ജിമ്മിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളായാലും കളിയിൽ ആർജിക്കുന്ന അനുഭവ സമ്പത്തായാലും സമൂഹവുമായി പങ്കുവച്ച് പുതിയ തലമുറയ്ക്ക് അത് ഒരു ശക്തി സ്രോതസ്സാക്കി മാറ്റണം എന്ന് ജിമ്മി ആഗ്രഹിച്ചിരുന്നു. ജിമ്മിയുടെ ഒരു സെറ്റർ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ വോളിബോൾ രംഗത്ത് എന്തെങ്കിലും ആയിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള ലേബലൊക്കെ. പിന്നെ ജിമ്മിയുടെ ഒരു സെറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ജിമ്മിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം ആ സെറ്റിൻ്റെ ഗുണഗണങ്ങൾ എന്തായാലും അത് ഒരുപക്ഷെ ജിമ്മി ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്ര സ്റ്റാൻഡേർഡ് ആ സെറ്റിനുണ്ടായിരിക്കില്ല. പക്ഷേ അതിനെ കുറ്റം പറഞ്ഞ് ഗാലറിക്ക് നേരെ നോക്കി കൈമലർത്തി കാണിക്കാതെ ആ സെറ്റിനോട് ഏറ്റവും നീതിപൂർവകമായി അതിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഈ സെറ്ററിൽ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സെറ്റ് സ്വല്പം പോറാണ്, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് എത്തിയിട്ടില്ല എന്നറിയാമെങ്കിൽ പോലും അതിനോട് അങ്ങേയറ്റം നീതി പുലർത്തി ജിമ്മിയുടെ ഭാഗം വേണ്ടതുപോലെ ചെയ്തു തീർക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ജിമ്മിയുടെ സ്മരണ നിലനിർത്തുന്നതോടൊപ്പം സ്പോർട്സ് രംഗത്തുള്ളവർക്ക് ചെറിയ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ്റെ പ്രധാന ലക്ഷ്യമായിട്ടുള്ളത്. ജിമ്മിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഫൗണ്ടേഷൻ ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ 1989 സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിന് ജിമ്മി ജോർജ് അവാർഡ് ഏർപ്പെടുത്തി. PT ഉഷയ്ക്കായിരുന്നു ആദ്യത്തെ അവാർഡ് നൽകിയത്. ഇതുവരെ 8 പേർക്ക് അവാർഡ് നൽകിയിട്ടുണ്ട്. അതിൽ പേരാവൂരിലെ സ്കൂളിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം കാട്ടുന്ന കുട്ടികൾക്കായി ക്യാഷ് അവാർഡുകൾ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പേരാവൂരിൽ ഫൗണ്ടേഷൻ മുൻകൈയെടുത്ത് ജിമ്മി ജോർജ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് അവധിക്കാലത്ത് കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലെ ഒരു ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റ് ജിമ്മിയുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നുണ്ട്. ജോർജ് മേരി ദമ്പതിമാരുടെ 10 മക്കളിൽ രണ്ടാമനായി 1955 മാർച്ച് മാസം 8-ാം തീയതി ജിമ്മി ജനിച്ചു. 30-ാം വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. ലവ്ലി സഖറിയയായിരുന്നു വധു. ജിമ്മിക്കായി ഏറെ സ്മാരകങ്ങൾ ഉയർന്നു. ഇത് ഇറ്റലിയിൽ ജിമ്മിയുടെ ഓർമ്മയ്ക്കായി തീർത്ത ഇൻഡോർ സ്റ്റേഡിയം.
നമ്മൾ കേരളീയർ ജിമ്മിക്കായി സമർപ്പിച്ച തിരുവനന്തപുരത്തെ ഇൻഡോർ സ്റ്റേഡിയം. പാലാ സെയിന്റ് തോമസ് കോളേജിലെ ജിമ്മി ജോർജ് സ്റ്റേഡിയം. നെറ്റിനു മുകളിൽ ഉദിച്ചുയർന്ന് എതിരാളികളുടെ ബ്ലോക്കുകൾ തകർക്കുന്ന ജിമ്മി ഇന്നില്ല. ആ നഷ്ടം നമ്മൾ ഇറ്റലിയുടെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തു. പുതിയ പ്രഭാതങ്ങൾക്കൊപ്പം വോളിബോൾ കോർട്ടുകൾ ഉണർന്നു തുടങ്ങി. പഴയ ഇന്റർനാഷണലുകൾ തീർത്ത സ്വപ്നസമാനമായ മത്സരങ്ങളുടെ നിഴലിലാണ് ഇന്നത്തെ താരങ്ങൾ. പേരാവൂരിലെ കാണികൾ നിരാശരാണ്, ഒപ്പം കേരളത്തിന്റെയും. എന്നാലും ഇവർ ഇവിടെ കാത്തിരിക്കുകയാണ് മറ്റൊരു ജിമ്മിക്കായി.